ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതേപോലെ വലിയ ഒരു കണ്ടൻസർ മൈക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കണ്ടൻസർ മൈക്രോഫോൺ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയൊരു കപ്പാസിറ്ററാണ്. നമുക്ക് പഴയ SMPSന്നോ TV-യുടെ ബോഡിയിൽ നിന്നോ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. കപ്പാസിറ്ററിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ എടുത്ത് കളയണം. അപ്പം പറ്റുമെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം അതെല്ലാം ഇളക്കി മാറ്റാനായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, അതിനകത്ത് രാസപദാർത്ഥങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഓക്കെ. പിന്നെ ഞാൻ ഇത് പറഞ്ഞാൽ ഇളക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതേപോലെ PCB റൗണ്ടിൽ കട്ട് ചെയ്ത് ഒരു 3 എണ്ണം വേണം. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താ, ഇതിനകത്ത് കാരണം എന്നുവെച്ചാൽ താഴോട്ട് പോകരുത്. അവിടെ ഒരു സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പിൽ നിൽക്കുന്ന വിധത്തിൽ വേണം വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ വെട്ടിയെടുത്തിട്ട് പിന്നെ നമ്മളത് രാഗി റൗണ്ട് ചെയ്യണം. പിന്നെ അതിനുശേഷം വേറെ 2 എണ്ണം ഉണ്ട്. അത് പക്ഷേ താഴെ പോകണം, താഴോട്ട് അങ്ങ് പോകണം. അപ്പോൾ ആ കണക്കിൽ വേണം പിന്നെ അത് ചെയ്തെടുക്കാൻ. ആ 2 എണ്ണം താഴെ പോകണം. പിന്നെ വേണ്ടത് നമുക്ക് അലൂമിനിയം ഫോയിലാണ്. ഇത് സാധാരണ കടകളിലൊക്കെ കിട്ടും. ഇപ്പം നമ്മൾ ഈ ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ ഒരു സൈസ്, അതിൻ്റെ കവറിൻ്റെ ബിരിയാണിയുടെ പാക്കറ്റിൻ്റെ മണ്ടയ്ക്ക്. അപ്പോൾ അതേപോലത്തെ സാധനമാണ് ഇത്. പക്ഷേ അത്രയും കനമില്ല, ഇത് വളരെ നൈസായിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴയ കണ്ടൻസർ മൈക്കാണ്. ഇത് ഓൾറെഡി ചീത്തയായി പോയതാണ്. അതിൻ്റെ ആ ഡയഫ്രമൊക്കെ കരകര ശബ്ദമൊക്കെയാണ് അതിനകത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഇത് ചീത്തയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയൊരു സാധനമുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. എടുത്തിട്ട് ആ അരിക് ഇതുപോലെ രാഗിയാൽ മതി. മൊത്തത്തിൽ ചുറ്റും അങ്ങ് രാഗണം. രാഗി കഴിയുമ്പോഴത്തേക്ക് എളുപ്പം നമുക്കത് അകത്തുള്ള സാധനം നമുക്ക് എടുക്കാൻ പറ്റും. ഏകദേശം എല്ലാം നല്ലപോലെ രാഗി അതിനകത്ത് സാധനം വെളിയിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഈ സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഈ വലിപ്പത്തിൽ വേണം നമ്മൾ ഹോളിട്ടതിന് ശേഷം ആ സൈഡിൽ വല്ല പിഷർ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ രാഗി വൃത്തിയാക്കണം. അപ്പോൾ ഈ വരയ്ക്കുന്ന അളവിൽ പിന്നെ നമ്മൾ ആ PCB അത്രയും വെട്ടി കളയണം. PCBക്കകത്ത് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും അത്രയും സ്ഥലത്ത് ഞാൻ ചെറിയ ബിറ്റിട്ട് തുളയ്ക്കുകയാണ്. കാരണം ഇത് കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റത്തുള്ളൂ, അല്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ചുറ്റും ഇതിൻ്റെ നല്ല തുളച്ചിട്ടുണ്ട്. പിന്നെ പയ്യെ അത് തട്ടി അത് ഇളക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇളക്കിയെടുത്തു. അപ്പോൾ ഇനി ആ റൗണ്ട് ഒന്ന് നല്ലപോലെ ഷേപ്പ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ആരംഭിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് രാഗി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ റൗണ്ടൊക്കെ വൃത്തിയായിട്ട് രാഗി എടുത്തിട്ടുണ്ട്. പിന്നെ ആ പുറത്ത് എന്തെങ്കിലും പിഷർ വല്ലതും ഉണ്ടെങ്കിൽ അതും ഇതുപോലെ രാഗി കളയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പിൻ്റെ വാഷോ വേണമെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ അവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ രാഗി ക്ലിയർ ചെയ്യണം. പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഫോയിൽ അങ്ങോട്ട് വയ്ക്കുക. പിന്നെ നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ശേഷം ഇതിൽ നമ്മൾ പിന്നെ സൂപ്പർ ഗ്ലൂ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് പിന്നെ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മളത് എടുത്ത് പയ്യെ ആ ഫോയിലിനകത്തോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ പശയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് കാണിക്കുന്ന പോലെ തന്നെ പിന്നെ കത്രികയ്ക്കോ അല്ലെങ്കിൽ ബ്ലേഡിനോ ഇതുപോലെ വട്ടത്തിൽ പിന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ചേർത്ത് കട്ട് ചെയ്ത് ഒരു ശകലം പിന്നെ ഗ്യാപ്പിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പം അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ സൈഡിലോട്ട് അങ്ങോട്ട് മടക്കണം കൃത്യമായിട്ട്. ചുറ്റും ഒന്ന് നല്ലപോലെ. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആകാശത്ത് നമ്മൾ ഒരു കാരണവശാലും തൊടരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ശബ്ദം ഒരു ക്വാളിറ്റി ഇല്ലാത്തതായി പോകും. അപ്പോൾ ഇനി നമുക്ക് ഈ സാധനം ഇങ്ങനെ തന്നെ വയ്ക്കാവുള്ളൂ. ഈ പറഞ്ഞ പോലെ ആവശ്യം വേണം അകത്ത് പോകാനായിട്ട്. പിന്നെ അകത്തോട്ട് ഇറക്കി വയ്ക്കണം. കൃത്യമായിട്ട് തന്നെ നമ്മളെ ഡയഫ്രം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ റൗണ്ടാണ്. ഈ റൗണ്ടിൽ ഒരു സൈഡിൽ തന്നെ ഒരു ഹോൾഡറുണ്ട്. അപ്പോൾ ആ ഹോളിലോട്ട് ചെറിയൊരു കമ്പി കണ്ടോ, ഈ കമ്പി നമ്മൾ വെച്ച് സോൾഡർ ചെയ്യണം. അപ്പോൾ ആ സോൾഡർ ചെയ്യുമ്പോൾ കനം കുറച്ച് വേണം നമ്മൾ സോൾഡർ ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിനകത്ത് വെച്ച് ഒട്ടിക്കണം. വേറെ ഒന്നുമില്ല, നേരത്തെ ആ ഫോയിൽ നമ്മൾ ഒട്ടിച്ചില്ല അതേപോലെ തന്നെ ഒട്ടിക്കുക. അതിനുശേഷം ആ ഫോയിൽ കട്ട് ചെയ്തതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമ്മളിതും കട്ട് ചെയ്തെടുക്കണം.
നമുക്ക് നമ്മൾ കണ്ടൻസർ മൈക്കിൽ നിന്ന് അഴിച്ചെടുത്ത ആ സാധനത്തിലോട്ട് സോൾഡർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് FET ആണ്, FET മാത്രം മതി നമുക്ക് അതിനകത്തുനിന്ന്. പക്ഷേ ഞാനത് ആ കവറേപ്പാടെ എടുത്തേക്കണം, കാരണം എന്ന് വെച്ചാൽ സോൾഡർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനിയിപ്പം നമ്മൾ ഈ കാണിച്ചേക്കുന്ന പോലെ ഇതകത്തോട്ട് പയ്യെ കറക്റ്റായിട്ട് വയ്ക്കുക. ഇനി നമ്മൾ ഒരു ഇത് അത്യാവശ്യം കനമുള്ള ഒരു ചെറിയ ചെമ്പ് എടുത്തിട്ട് നമ്മൾ ആ കണ്ടൻസർ മൈക്കിൽ നിന്ന് ഊരിയെടുത്ത അതിൻ്റെ ഗ്രൗണ്ട് വശത്തോട്ട് ഒരു കമ്പിയും മറുവശത്ത് പോസിറ്റീവ് സൈഡിൽ വേറൊരു കമ്പിയും വെച്ച് സോൾഡർ ചെയ്യണം. അതിൻ്റെ 2 സൈഡിൽ ഹോൾട്ടുണ്ട്. ആ വശം നെഗറ്റീവാണ്, മറു സൈഡ് പോസിറ്റീവാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണം. ഈ കണക്ഷൻ തിരിഞ്ഞു പോകരുത്. നമുക്കൊന്നും സൈഡൊന്നും മടക്കി കൊടുക്കാം, കാരണം വേറെ ഒന്നുമല്ല, അത് ആ PC വെളിയിലോട്ട് പോകരുത്, അതിൽ ലോക്കാക്കുവാണ്. അപ്പം ഓപ്പോസിറ്റ് സൈഡ് ആദ്യം ഇങ്ങനെ കാണിച്ചേക്കുന്ന പോലെ മടക്കണം. പിന്നെ അതിന് ശേഷം എല്ലാ വശവും ഓരോന്നായിട്ട് മടക്കുക. അപ്പോൾ നല്ലപോലെ ടൈറ്റായിട്ടിരുന്നോളും. എല്ലാ സൈഡും ഞാൻ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 ലീഡും ഒന്ന് സോൾഡർ ചെയ്തെടുക്കണം. നമ്മൾ സോൾഡറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ കോപ്പർ വശം ഇല്ലാത്ത വശം കണ്ടോ, അത് അവിടെ മുട്ടാൻ പാടില്ല, അതേപോലെ തന്നെ ചെയ്യണം, നെഗറ്റീവ് പോസിറ്റീവ്. ഏകദേശം നമ്മുടെ പരിപാടി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ അവിടെ നമ്മളൊരു ചെറിയൊരു നെറ്റ് പോലത്തെ തുണി വെച്ച് കൊടുക്കണം. എന്നിട്ട് മാസ്കിൻ്റെ തുണിയാണ് ഉപയോഗിക്കുന്നത്. ഈ തുണി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്കും കയറത്തില്ല, അതുപോലെ തന്നെ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ കാറ്റടിക്കും എന്നുള്ള ശബ്ദം വരുമല്ലോ, അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാനാണ്. അപ്പോൾ ഇതും വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു കറുത്ത തുണിയുടെ വെച്ച് ഒട്ടിക്കും. ഇപ്പോഴത്തെയാണ് നമ്മുടെ മാസ്കിനൊക്കെ ഉപയോഗിക്കും. മാസ്ക് തന്നെയാണ് സംഭവം. അപ്പോൾ അത് ഞാൻ വെട്ടിയെടുത്താണ്, അത് വെച്ച് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ കണ്ടൻസർ മൈക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒറിജിനൽ ആ മൈക്കിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി കണക്ഷൻ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യും. ഇത് മൈക്രോഫോണിൻ്റെ പ്രീ ആംപ്ലിഫയർ ആണ്. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് കണക്ഷൻ കൊടുത്തൊന്ന് നോക്കാം. പിന്നെ അത് നമ്മുടെ പവർ ആംപ്ലിഫയറിൻ്റെ സ്പീക്കറാണ്. ഇത് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടൻസർ മൈക്ക് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുപോലെ ഒരു മൈക്ക് നിങ്ങൾക്കും ഉണ്ടാക്കാം. ഹലോ 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 ടെസ്റ്റ് മോഡ്. അപ്പം ഇതേപോലെ കണ്ടൻസർ മൈക്ക് ഫോൺ നിങ്ങൾക്കും ഉണ്ടാക്കാം. ഈ പറഞ്ഞ രീതിയിൽ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.